ഒരുപക്ഷെ ആ ദർശനത്തിന്റെ ശക്തിയും സ്വാധീനവും മൂലമാവാം ദീർഘനാളത്തെ കലാലയ വിദ്യാഭ്യാസത്തിൽ നിന്ന് അങ്ങ് ആദർശത്തിന്റെ ഉൾത്തള്ളൽ കൊണ്ട് രാജിവെച്ച് ഇറങ്ങിപ്പോകുന്നത്. അത് ഞങ്ങൾക്ക് അഭിമാനകരമായ ഒരു കാര്യമാണ്. പുതിയ തലമുറയ്ക്ക് അത് തലമുറയെ ഓർമ്മിപ്പിച്ചാൽ നന്നായിരിക്കും. അതെ, ഞാൻ ഈ ഏതാനും വിദ്യാർത്ഥികൾക്ക് ഹാജരില്ലാതെ വന്നപ്പോൾ രാഷ്ട്രീയ കക്ഷിബന്ധമുള്ള വിദ്യാർത്ഥികളാണ് അവർ കോളേജിലൊക്കെ വല്ലപ്പോഴുമൊക്കെ വരാറുള്ളൂ. അവർക്ക് ഹാജരില്ല. അവരെ പരീക്ഷയ്ക്ക് അയക്കാൻ നിവൃത്തിയില്ലായിരുന്നു. ഞാൻ അവരെ പരീക്ഷയ്ക്ക് അയച്ചില്ല. അവർ സമ്മതിക്കുകയും ചെയ്തതാണ്. ഞാൻ അവരെ വിളിച്ച് പറഞ്ഞു. അവർക്കും കാര്യം ബോധ്യമായി. പക്ഷേ അവരുടെ രാഷ്ട്രീയ കക്ഷികൾക്ക് അത് സമ്മതമായില്ല. ഈ പ്രിൻസിപ്പൽ ഭയങ്കരനാണ്, അദ്ദേഹം വിദ്യാർത്ഥി മർദ്ദകനാണ് എന്നൊക്കെ വൈസ് ചാൻസലറെയും അന്നത്തെ മുഖ്യമന്ത്രിയെയും ഒക്കെ പറഞ്ഞു മനസ്സിലാക്കിയിട്ട് എന്നെപ്പറ്റി ഉള്ള അഭിപ്രായ വ്യത്യാസം കണക്കിലെടുത്തിട്ട് ഈ കുട്ടികളെ എൻ്റെ അനുവാദവും സമ്മതവും ഇല്ലാതെ, ഹാജരും ഇല്ലാതെ, ടേം സർട്ടിഫിക്കറ്റും ഇല്ലാതെ യൂണിവേഴ്സിറ്റി കോളേജിൽ ഇരുത്തി പരീക്ഷയ്ക്ക് എഴുതിച്ചു അന്നത്തെ വൈസ് ചാൻസലർ അയ്യപ്പൻ. ഞാൻ ഒരു പ്രിൻസിപ്പലിനോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ അനീതിയാണ്, അധർമ്മമാണത് എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെയാണ് ഞാൻ രാജിവെച്ച് കോളേജിൽ നിന്ന് പിരിഞ്ഞത്. സാഹസികവും ധാർമ്മികവുമായ ഒരു പോരാട്ടമായിരുന്നു അങ്ങ് ഇതുവരെ നയിച്ചത്. ഇങ്ങേ തലയ്ക്കൽ എത്തി നിൽക്കുമ്പോൾ തിരിഞ്ഞു നോക്കിയാൽ അങ്ങയ്ക്ക് തൃപ്തികരമായി തോന്നുന്നില്ലേ? ജീവിതം അല്ലെങ്കിൽ നമ്മുടെ സമൂഹം അങ്ങയുടെയും അതുപോലെയുള്ള ഉന്നതന്മാരുടെയും പ്രവർത്തനം കൊണ്ട് മാറിയിട്ടില്ലേ? വികൃതമായ ഒരു സംസ്കാരം ഇവിടെ വളർന്നു വരികയാണ്. കോളേജിൽ പഠിക്കുന്ന കുട്ടി കള്ളു കുടിക്കും. എൻ്റെ ചെറുപ്പകാലത്ത് ഒരുത്തൻ കള്ളുകുടിയനാണെന്ന് പറഞ്ഞാൽ അവൻ സാമൂഹ്യ വിരുദ്ധനാണ്. പറയാൻ തന്നെ ആളുകൾ മടിക്കുമായിരുന്നു. കള്ളുകുടിയ വാദി ഹർജി എഴുതുമ്പോൾ പ്രതി അക്രമിയും എന്തും ചെയ്യാൻ മടിയില്ലാത്തവനും വിശേഷിച്ച് മദ്യപാനിയും ആകുന്നു എന്നെഴുതിയ ഒരു കാലം എനിക്ക് ഓർമ്മയുണ്ട്. ഇന്ന് മദ്യപാനിയായാൽ അതൊരു സ്റ്റാറ്റസ് സിമ്പിളാണ്. അതൊരു വലിയ മാന്യമായ ഒരവസ്ഥയാണ്. ഞാൻ ഇതൊക്കെ പറഞ്ഞാലും ഞാൻ നിരാശനല്ല. എനിക്ക് പുതിയ തലമുറ ഇന്നത്തെ ഈ ഈതിബാധകളിൽ നിന്ന് മോചനം നേടി ഗാന്ധിജിയുടെ മാർഗത്തിലേക്ക് വരുമെന്നും പെറ്റ നാടിനെ പെറ്റ അമ്മയെക്കാളധികം സ്നേഹിക്കുന്ന അനേകം യുവ തലമുറയെ കണ്ടിട്ട് സന്തോഷിക്കാനും എനിക്ക് സാധിക്കുമെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്.